നമ്മള് ഇപ്പൊ ഒരു വലിയ അപകടത്തിന് നടുവില്ല. ഇത്രയും ദിവസം എന്നെ അവർ കൊല്ലാക്കൊല്ല ചെയ്യുമായിരുന്നു. ആര്? ആ പിശാച്, അവന്തിയുടെ അനിയനുണ്ടല്ലോ, സന്ദീപ്. അർച്ചന, അളിയനാകെ തകർന്നിരിക്കുക. ഇനി ഒരു പോംവഴിയേ ഉള്ളൂ. ആ കേസ് സച്ചി പിൻവലിക്കണം. സച്ചിയെ കൊണ്ട് ആ തീരുമാനം എടുപ്പിക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. ആർക്ക്? അഡ്വക്കേറ്റ് ആരതി. ഈ കേസ് സച്ചിയുടെ നിർബന്ധപ്രകാരം മൂവ് ചെയ്ത് അവരാണല്ലോ. അർച്ചന ഉടൻ തന്നെ അവരെ ചെന്ന് കാണണം. എങ്ങനെയെങ്കിലും ഈ കേസ് വിഡ്രോ ചെയ്യിപ്പിക്കണം. അർച്ചനയെ ഇത്രയും കാലം സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഗോകുലിനും കുടുംബത്തിനും വേണ്ടി അർച്ചന അത്രയെങ്കിലും ചെയ്തേ പറ്റൂ. എന്തായാലും ആരതിക്ക് സത്യങ്ങളെല്ലാം അറിയാലോ. അപ്പോ പിന്നെ അർച്ചന ആരതിയോട് സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇല്ലെങ്കിൽ അരക്കില്ലത്തിൽ അപകടത്തിൽപ്പെട്ട പോലെ നിരപരാധികളായ എല്ലാരും കത്തിത്തീരും. ഞാൻ ശ്രമിക്കാം. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് വേണ്ടി ഗോകുല് കോടതിയിൽ കയറേണ്ടി വരില്ല. അങ്ങനെ വന്നോ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഇപ്പൊ ഉറക്കം എങ്ങനെയുണ്ട്? കുറവാ. ഉറക്കത്തില് ഇടയ്ക്കിടെ സ്വപ്നം കാണാറുണ്ടോ? ദുസ്വപ്നങ്ങളാ എല്ലാം. ഇടയ്ക്കിടെ ശ്വാസം നിലച്ചു പോകുന്ന പോലെ തോന്നാറുണ്ടോ? തോന്നാറുണ്ട്. ചിലപ്പോഴേ ഈ ഇല്ലാത്ത ആൾക്കാരൊക്കെ അടുത്ത് വന്നിരിക്കുന്നതായിട്ട് തോന്നും. അവരൊക്കെ എന്നോട് ഒരുപാട് സംസാരിക്കും. പക്ഷേ അവരാരും എവിടെയും എന്റെ അച്ഛമ്മളെ കണ്ടില്ല എന്ന്. അർച്ചന എന്റെ ഭാര്യ സാറേ, അമ്മയുടെ മൂത്ത മകളാ. മുമ്പ് ഇതുപോലെ വന്നിട്ടുണ്ടോ? ഇല്ല. മരിച്ചുപോയ അർച്ചനയെടുത്തി തിരിച്ചു വരുമെന്നൊക്കെയാ അമ്മ ഇപ്പൊ പറയുന്നേ. എന്റെ മോള് വരും വരും, എനിക്ക് ഉറപ്പാ സാറേ. യഥാർത്ഥത്തിൽ ഈ അർച്ചന ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ? ഇപ്പൊ ഈ ഷോക്ക് വരാൻ അതാണോ കാരണം? അപ്പോൾ മകൾ നഷ്ടപ്പെട്ട മനോവിഷമമാണ് ഈ ഷോക്കിന് കാരണം. നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് ഇരിക്കാമോ? അമ്മ വാ, നമുക്ക് പുറത്തിരിക്കാം. വാ വാ പോവാം. സച്ചി, ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ടുണ്ടായതല്ല. എത്ര നാളായി സച്ചിയുടെ ഭാര്യ മരിച്ചിട്ട്? 10 വർഷങ്ങൾക്ക് മുമ്പ്. മരിച്ചതല്ല സാർ, കുട്ടിയെടുത്ത് വീട് വിട്ട് പോയതാ. ഓ. വളരെ കാലമായിട്ട് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഈ അടുത്താ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത്. 10 വർഷങ്ങളായി അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഇപ്പോ മനസ്സിന്റെ സമനില തെറ്റിച്ചു എന്നതാണ് ശരി. നമുക്കൊരു 1 മന്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് നോക്കാം. അതിനകം എല്ലാം ശരിയാവും. നോർമലാകുന്നത് വരെ ഇവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. എന്തു പറയുന്നു സാർ? അത് തന്നെ നല്ലത്. അമ്മയ്ക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ലല്ലോ? ഏയ് ഇല്ല. എങ്കിൽ പേഷ്യന്റിനെ ഇപ്പോൾ തന്നെ ഞാൻ അഡ്മിറ്റ് ചെയ്യാം. നാളെ മുതൽ നമുക്ക് ട്രീറ്റ്മെന്റ് ആരംഭിക്കാം. സച്ചിൻ എന്ത് പറയുന്നു? ശരി ഡോക്ടർ. അമ്മേ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ശരി.
അയ്യോ, മോളെ ശബ്ദം ഉണ്ടാക്കരുത്. എന്റെ പൊന്നു മോളെ, നീ ഇത് എവിടെയായിരുന്നു? അതൊക്കെ പറയാ. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് നമുക്ക് അകത്തേക്ക് പോകാം. അവളിവിടെ ഉണ്ടോ? അവന്തിക ഇപ്പൊ മുറിയിലേക്ക് പോയതേ ഉള്ളൂ. വേഗം വാ, അവര് കണ്ടോ കുഴപ്പമാവും. വാ. എവിടെയായിരുന്നു മോളെ നീ? പതുക്കെ. ഇവിടുത്തെ ചുവരുകൾക്ക് പോലും കാതുണ്ട്. നമ്മള് ഇപ്പൊ ഒരു വലിയ അപകടത്തിന് നടുവില്ല. ഇത്രയും ദിവസം എന്നെ അവർ കൊല്ല ചെയ്യുമായിരുന്നു. ആര്? ആ പിശാച്, അവന്തിയുടെ അനിയനുണ്ടല്ലോ, സന്ദീപ്. അവനാ എന്നെ പൂട്ടിയിട്ടത്. ഈ കേസിന് പിന്നിലെ ഉള്ളുകളികൾ എന്നോട് വെളിപ്പെടുത്താതെ നിനക്ക് ഇവിടുന്ന് ജീവനോടെ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. ഓ, അമ്മ ഇങ്ങനെ കരയില്ലേ? എനിക്കൊന്നും പറ്റില്ലല്ലോ. നമുക്ക് ഇനി എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടത്തില്ല. ഇത് ഞാൻ അവളോട് ചോദിക്കും.